ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കളി കണ്ട് ജയിച്ചതിന്റെ ആവശ്യത്തിൽ കളിയുടെ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതിന് പുറത്ത് നടന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ പറ്റി നമുക്ക് ഇന്ന് സംസാരിക്കാം. മാത്രമല്ല, സഞ്ജു നാട്ടിലെത്തിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ ന്യൂസൊക്കെ വന്നിട്ട്. നമുക്ക് അത് ആദ്യം ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. അതെ, മലയാളികൾ ഒന്നടങ്കം അഭിമാനത്തോടെയാണ് താങ്കളുടെ ഈ വരവ് കാത്തിരുന്നത്. എന്താണ് മലയാളി ആരാധകരോട് പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല. ഇപ്പം മാത്രമല്ല, എന്നെ ടീമിൽ എടുക്കാത്തപ്പോഴും ടീമിൽ ഉള്ളാകുമ്പോഴും പെർഫോം ചെയ്യാത്തപ്പോഴും നമ്മുടെ കുറേ സെറ്റ് ബാക്സിലാണല്ലോ നമ്മുടെ നാട്ടുകാർ എപ്പോഴും കുറച്ച് കൂടുതൽ കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എപ്പോഴും ആ ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ചൊരു സന്തോഷം കൊടുക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നാട്ടിലുള്ള എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വേറെ ഭയങ്കര മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ക്രിക്കറ്റ് ഉറപ്പായിട്ട് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കളി ജയിക്കും, ചിലപ്പോൾ കളി തോക്കും. പക്ഷെ ഇത്രയും ആൾക്കാരുടെ ഇത്രയും ജെന്യുവൻ സപ്പോർട്ടും ഇത്രയും പ്രാർത്ഥനകൾ കാണുന്ന കുറെ വീഡിയോസും കുറെ മെസ്സേജസും കുറെ റീൽസും വീട്ടിൽ വൈഫ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത്രയും സ്നേഹം എനിക്ക് അറിയിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിന് എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒന്ന് മനസ്സിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഈ സമയത്ത്. മലയാളികളുടെ സ്നേഹം അറിയാലോ. സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കും, സ്നേഹിച്ചില്ലെങ്കിൽ തലമണ്ട കടിച്ചു കൊല്ലും. ഈ തരത്തിലുള്ള ഒരു സ്നേഹമാണ്. പക്ഷെ സഞ്ജുവിന്റെ കാര്യത്തിൽ അന്നും മലയാളികൾക്ക് ഒരൊറ്റ നമ്മുടെ ചെറുക്കം കളിക്കണം, അവൻ നല്ലൊരു കളി കളിക്കാൻ വേണ്ടിയിട്ടാണ് അന്നും ഇന്നും ഒരു മെജോറിറ്റി മലയാളികളും ജഗത്താനെ പോലുള്ള പലനാറികളല്ലാതുള്ള മലയാളികൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു സ്നേഹം പല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് റീൽസ് കാണിച്ചു തരാം. ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? മോനെ, അടുത്ത തൃശ്ശൂർ പൂരത്തിന് ഞാനത് പ്രതീക്ഷിക്കും. അർജന്റീന കിടക്കുന്ന മെസ്സിയുടെ വെക്കാമെങ്കിൽ നമ്മുടെ സ്വന്തം പയ്യൻ്റെതും വെക്കാം. വേറെ ലെവലാണ് സഞ്ജുവിനോടുള്ള സ്നേഹം. ഇനി അടുത്തത് നമ്മുടെ രാജ്യത്ത് മതം നോക്കാത്ത ഒരേ ഒരു കാര്യം ക്രിക്കറ്റ് മാത്രമാണ്. എനിക്കൊന്ന് ബാക്കി എല്ലാത്തിലും സിനിമയിലടക്കം മതം നോക്കുന്നുണ്ട്. പക്ഷെ ക്രിക്കറ്റിന്റെ കാര്യം വരുന്ന സമയത്ത് ഇത്രയും ജനങ്ങൾ ഇത്രയും യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ല. ക്രിക്കറ്റ് വരുന്ന സമയത്ത് അവിടെ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുക്കളെന്നോ ഇല്ല. അങ്ങനെ നോക്കുന്ന നാറികൾ തീരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പാകിസ്ഥാൻ ജയിക്കുമ്പോൾ ഇവിടെ പടക്കം പൊട്ടിക്കുന്ന തെണ്ടികളുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ഒരു നല്ല ശതമാനം ആളുകളും ക്രിക്കറ്റിന്റെ കാര്യം വരുന്ന സമയത്ത് മതം നോക്കാറില്ല. അതിൻ്റെയൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ക്രിക്കറ്റ് ഭ്രാന്ത്. ക്രിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ചും നമ്മൾ കളി കാണും എന്നുള്ളതാണ്. സീരിയസ്ലി, ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ക്രിക്കറ്റ് കളി ഉണ്ടെങ്കിൽ ഞാൻ ഈ രീതിയിലാണ് പോകുന്നത്. ഞാൻ വണ്ടി ഓടിച്ച് പോകാറില്ല. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കും. എന്നിട്ട് പുറകിൽ ഫോൺ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ പോകാറുള്ളൂ. അക്കൂസിൽ പോകുമ്പോഴും വരെ കളി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പോകാറുള്ളൂ. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെയാണ്. നമുക്കൊരു നമ്മുടെ വേറൊരു മതമാണത്. അതിൻ്റെ ഇന്നലെ കപ്പ് അടിച്ചതിന് ശേഷം വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിനെ കൺഗ്രാജുലേറ്റ് ചെയ്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സ്റ്റോറി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വിരാട് കോഹ്ലി സഞ്ജുവിനെ പറ്റി ഇട്ട സ്റ്റോറിയാണ്. വാട്ട് എ റീമാർക്കബിൾ ടൂർണമെന്റ് ഫ്രം ദ മോസ്റ്റ് വെൽ ഡിസേർവ്ഡ് മാൻ ഓഫ് ദ ടൂർണമെന്റ്, സഞ്ജു സാംസൺ. യു പെർഫോംഡ് വെൻ ഇറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. റിയലി ഹാപ്പി ഫോർ യു ചേട്ടാ. നിങ്ങൾ നോക്കിയാൽ മതി, ഇതുവരെയുള്ള വേൾഡ് കപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി കളി കാണാൻ വന്നിട്ടില്ല. ഇതിനേക്കാളും വലിയ പ്രഷർ സിറ്റുവേഷനിൽ ഇന്ത്യ കളിച്ച സമയത്തൊന്നും പുള്ളി ഒരു പോസ്റ്റ് പോലും ഒരു പ്ലെയറിനെ പറ്റി ഇട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് പുള്ളി ഈ വേൾഡ് കപ്പ് ഇന്ത്യ ജയിച്ചതിന് ശേഷമാണ് ഒരു പോസ്റ്റ് തന്നെ ഇടുന്നത്, ഒരു സ്റ്റോറി തന്നെ ഇടുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞാൻ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മാച്ച് സമയത്തൊക്കെ വിരാട് കോഹ്ലി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നലെ ഇട്ട പോസ്റ്റാണിത്. എന്റെ ഫേവറേറ്റ് പ്ലെയർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. പക്ഷെ സ്റ്റിൽ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്റെ ഫേവറേറ്റ് പ്ലെയർ എങ്കിൽ പോലും ഓഡിയോയിലോട്ട് വരുവാണെങ്കിൽ സീരിയസ്ലി എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, സച്ചിനേക്കാളും ബെറ്റർ ബാറ്റ്സ്മാൻ ആണ് വിരാട് കോഹ്ലി എന്ന് തന്നെ ഞാൻ പറയും. എൻ്റെ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ഉണ്ടാവും. ടിൽ നൗ
അദ്ദേഹത്തിനെ കടത്തി വെട്ടാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ഇതുവരെ വന്നിട്ടില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് എതിർപ്പുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. എനിക്കറിയാം സച്ചിൻ കളിച്ചിട്ടുള്ളത് ലെജൻസിന്റെ കൂടാണ്. ആ സമയത്ത് സച്ചിനോടൊപ്പം മറ്റു ടീമുകളിൽ കളിച്ച എല്ലാവരും ലെജൻസ് ആണ്. മാത്രമല്ല ബോളിങ്ങിന് മുൻതൂക്കം ഉള്ള ഒരു സമയത്താണ് സച്ചിൻ അത്രയും റണ്ണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കൂട്ട് ബാറ്റിങ്ങിന് അനുയോജ്യമായിട്ടുള്ള പിച്ചോ അല്ലെങ്കിൽ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള റൂൾസോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് സച്ചിൻ അത്രയും സ്കോർ ചെയ്തിട്ടുള്ളത്. അത് സമ്മതിച്ചു തരുന്നു. ഞാൻ അഗെയിൻ പറയുന്നു, ODI ക്രിക്കറ്റിൽ സ്റ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ് കേട്ടോ. എന്റെ ഫേവറേറ്റ് സച്ചിനാണ്, അത് കോഹ്ലിയൊന്നും വരില്ല. ബട്ട് ODI ക്രിക്കറ്റിൽ ആസ് എ സച്ചിൻ ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് വിരാട് കോഹ്ലി തന്നെയാണ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ, ബെറ്റർ ദാൻ സച്ചിൻ. ആ മനുഷ്യൻ സഞ്ജു സാംസണിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപ്രൂവലാണ്. ആൻഡ് ഇന്നലെ വിരാട് കോഹ്ലിയുടെ ഒരു റെക്കോർഡാണ് സഞ്ജു തകർത്തത്. വിരാട് കോഹ്ലി ആയിരുന്നു ഇതുവരെ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ റൺസ് ഒരു T20 ടൂർണമെന്റിൽ, ഒരു T20 വേൾഡ് കപ്പ് ടൂർണമെന്റിൽ നേടുന്ന വ്യക്തി. 9 ഇന്നിംഗ്സിന് 317-19 റൺസ് അങ്ങാണ്ടാണ് വിരാട് കോഹ്ലി നേടിയിട്ടുള്ളത്. സഞ്ജു ഇന്നലെ 5 ഇന്നിംഗ്സിൽ നിന്ന് 321 റൺസ് നേടിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ വരുന്ന വേറെ ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ ഓഫ് ദ ടൂർണമെന്റിന്റെ ആണ് കേട്ടോ. ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് ആണ്. സഞ്ജുവിനേക്കാൾ ഒരു വഴി മുമ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഡിസർവിംഗ് ആയിട്ടുള്ളത് ബുംറയാണ്. ഹി വാസ് ദ എക്സ് ഫാക്ടർ ഫോർ ദ ടീം ഇന്ത്യ. ജയം ആർക്കാണെങ്കിലും വിജയത്തിലേക്ക് ടേണിംഗ് പോയിന്റ് നൽകാൻ കഴിവുള്ള വേറൊരു ബൗളർ നിലവിലുണ്ടോ എന്ന് തോന്നുന്നില്ല. ബുംറയ്ക്ക് മുമ്പ് ഒരുപാട് നേട്ടങ്ങൾ ഉള്ളത് കൊണ്ട് കൂടെ ആയിരിക്കണം സഞ്ജുവിനെ പരിഗണിച്ചത്. എനിക്കത് തോന്നുന്നില്ല. ഇന്നലെ സഞ്ജുവിനെ മാൻ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് പരിഗണിച്ചതിന്റെ പേരിൽ മാത്രമാണ് ബുംറയ്ക്ക് മാൻ ഓഫ് ദ മാച്ച് കൊടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബുംറ നിസ്സംശയം പറയാം ദ ബെസ്റ്റസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ്. ഇതുവരെ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ബോളറാണ് ബുംറ. പക്ഷെ ഇത് മാൻ ഓഫ് ദ ടൂർണമെന്റ് ഇത് വൺ ആൻഡ് ഓൺലി സഞ്ജു സാംസൺ ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു ബുംറ വിചാരിച്ചത് കൊണ്ട് മാത്രം ഇന്ത്യൻ ടീം വിജയിക്കില്ല. വെറും 4 ഓവർ മാത്രമാണ് ബുംറയുടെ കയ്യിലുള്ളത്. ബാക്കി 16 ഓവേഴ്സും എറിയേണ്ടതും ബാക്കി ബൗളേഴ്സ് ആണ്. സഞ്ജുവിനെ പോലൊരു ബാറ്റ്സ്മാൻ അത്രയും റൺ അടിച്ച് കയറ്റിയതിന്റെ പേരിൽ മാത്രമാണ് ഈ ബാക്കി 16 ഓവറിൽ ബാക്കിയുള്ള ബൗളേഴ്സ് ഇത്രയും റൺസ് വിട്ടുകൊടുത്തിട്ടും അവന്മാർക്ക് നമ്മൾ ഉണ്ടാക്കിയ മാർജിന്റെ മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റാതെ പോയത്. ബുംറയെ പോലെ ഒരു ബോളറിന് വന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയത്. ഇന്നലെ ബുംറ 4 വിക്കറ്റ് ഇട്ടു, 15-4 ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഫൈനലിലെ ഒരു വ്യക്തിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. പക്ഷെ ഇന്ത്യ ജയിച്ചെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ബുംറയുടെ ലാസ്റ്റ് 3 വിക്കറ്റ്സ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ പറഞ്ഞത് മാൻ ഓഫ് ദ മാച്ച് ആവാൻ ഇന്നലെ ബുംറ ഡിസർവിംഗ് ആയിരുന്നില്ല. തീർച്ചയായിട്ടും സഞ്ജു ആണ് ഡിസർവിംഗ്. ആൻഡ് ഇന്നലെ കുറെ കമന്റ്സ് കണ്ടു. അഭിഷേകിനും ഇഷാൻ കിഷനും സഞ്ജുവിനേക്കാളും സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ്, അതൊന്നും ഇവിടെ ആരും പറയുന്നില്ലല്ലോ എന്ന്. സഞ്ജു എന്ന് പറയുന്ന വ്യക്തി 46 ബോളിൽ നിന്ന് 89 റണ്ണാണ് എടുത്തേക്കുന്നത്. അഭിഷേക് 54, ഇഷാൻ കിഷൻ 52 റൺസ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു 98 റണ്ണ് പാർട്ണർഷിപ്പ് അഭിഷേകിന്റെ കൂടെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇഷാൻ കിഷനുമായിട്ട് പിന്നെ ഒരു 100 റൺസ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. ഇവർ രണ്ടുപേരുടെയും കൂടെ ഓൾമോസ്റ്റ് ഒരു 100 പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം 15 ഓവർ 200 റണ്ണ് എന്നുള്ള ഒരു പടുകൂറ്റൻ സ്കോർ അവിടെ പടുത്തുയർത്തിന് ശേഷമാണ് സഞ്ജു ഔട്ടായി പോകുന്നത്. ഈ റൺ റേറ്റിന്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാം. സഞ്ജുവിന് ഇന്നലത്തെ സ്ട്രൈക്ക് റേറ്റ് 193 ആണ്. ഒരു T20 മാച്ചിനെ സംബന്ധിച്ച് 193 എന്ന് പറയുന്നത് ഒട്ടും ചെറിയ സ്ട്രൈക്ക് റേറ്റ് അല്ല. ദ ടോപ്പ് സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് 193. അതും 89 റണ്ണ് 193 സ്ട്രൈക്ക് റേറ്റിൽ അടിക്കുക എന്ന് പറയുന്നത് ദ ടോപ്പ് പ്ലെയർ തന്നെയാണ്. ലാസ്റ്റ് ബോളെ വന്ന് ഒരുത്തം 4 അടിച്ചു കഴിഞ്ഞാൽ അവന്റെ സ്ട്രൈക്ക് റേറ്റ് 400 എന്നും പറഞ്ഞ് 89 റണ്ണ് അടിച്ചവന്റെ മുകളിലല്ല ലാസ്റ്റ് ബോളെ 4 അടിച്ച് 400 സ്ട്രൈക്ക് റേറ്റ് ഉള്ളവൻ. സോ ഇന്നലെ ഇഷാനും അഭിഷേകും നല്ല രീതിയിൽ കളിച്ചു, കിഡിലായിട്ട് തന്നെ കളിച്ചു. അതൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇന്ത്യൻ ഇന്നിങ്സിന്റെ അടിത്തറയിട്ടത്, ആ ഒരു ബേസ്മെന്റ് ഉണ്ടാക്കിയത് സഞ്ജുവിന്റെ ഇന്നിങ്സ് തന്നെയാണ്. അതിന്റെ ബലത്തിൽ തന്നെയാണ് അത്രയും വലിയൊരു സ്കോർ അവിടെ കയറിയത്. ആ ക്രൂഷ്യൽ ആയിട്ടുള്ള 2 പാർട്ണർഷിപ്പ്, അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് നൽകാൻ ഒരു വ്യക്തി അവിടെ ഇല്ലെങ്കിൽ ഈ 200 റണ്ണ് പോലും ഇന്ത്യ തയ്ക്കുന്ന സംശയമാണ്. നിങ്ങൾ തന്നെ കണ്ടതാണ് 15 ഓവർ കഴിഞ്ഞ് തുരുതുര വിക്കറ്റ് പോകുന്നത്. ഫോർ മീ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ചും മാൻ ഓഫ് ദി ടൂർണമെന്റ് സഞ്ജുവിന് കൊടുക്കണമെന്ന് തന്നെയായിരുന്നു എന്റെ ഒരു ആഗ്രഹം. പിന്നെ വേറൊരു സംഭവം കൂടെ വരുന്നുണ്ട്. വിരാട് കോഹ്ലി ഫാൻസ് ഇന്നലെ സഞ്ജു ഈ പറഞ്ഞ റെക്കോർഡ് മറികടന്നല്ലോ വിരാട് കോഹ്ലിയുടെ. അപ്പം വിരാട് കോഹ്ലി ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഉന്നാൽ മുടിയാതെ തമ്പി, സ്റ്റെയിന്, സ്റ്റാർക്ക്, മലിംഗ ഇവര് കളിക്കുന്ന സമയത്താണ് വിരാട് കോഹ്ലി ഇത്രയും റൺസ് സ്കോർ ചെയ്തത് എന്നും പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങിയേക്കുന്നത്. ഈ വിരാട് കോഹ്ലിയും സച്ചിനും തമ്മിൽ കമ്പയർ ചെയ്ത സമയത്ത് സച്ചിന്റെ സപ്പോർട്ടേഴ്സ് എന്ത് പറയുന്നു ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ വിരാട് കോഹ്ലി സപ്പോർട്ടേഴ്സ് ഇറക്കിയിട്ടുള്ളത്. ആരൊക്കെ വന്ന് ബോൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു കളി കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺബിലീവബിൾ ആണ്. അതും തുടർച്ചയായിട്ടുള്ള 3 കളി. ഒരു കളിയാണെങ്കിൽ ഓക്കെ, പക്ഷെ 3 കളി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കണം. നീയൊക്കെ കടന്ന് ന്യായീകരിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല. അതും കൊച്ചു ടീമിന്റെ കൂടെ ഒന്നുമല്ല. വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ് നല്ല രീതിയിൽ ഈ T20യിൽ പെർഫോം ചെയ്ത് വന്ന 3 ടീമിന്റെ കൂടെ തന്നെയാണ് കളിച്ചത്, അല്ലാതെ അസോസിയേറ്റ് കൺട്രീസിന്റെ കൂടെ അല്ല. ആൻഡ് സഞ്ജു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതോടൊന്ന് കേൾക്കാം. സച്ചിനെ പറ്റിയാണ് പറയുന്നത്. ദ ഗോഡ്. മനസ്സിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഈ സമയത്ത്. സച്ചിന്റെ ഉപദേശം കിട്ടിയിട്ടുണ്ട്. ഇതിനെപ്പോലൊരാള് സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായിട്ട് അതെ അതെ
ഇന്നലെ ആ മാൻ ഓഫ് ദ ടൂർണമെന്റ് മേടിച്ചതിന് ശേഷം സഞ്ജു പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് സച്ചിനെ വിളിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ സച്ചിന്റെ ഉപദേശം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഈ റിപ്പോർട്ടർ ചോദിക്കുന്നത്. അപ്പൊ സഞ്ജുവിന്റെ മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, ആ ഒരു പ്രേരണ എത്രത്തോളം ഗുണം ചെയ്തു? അയ്യോ, അത് പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടച്ചിൽ ഉണ്ടാവാറുണ്ടായിരുന്നു, കുറച്ച് വർഷങ്ങളായിട്ട് മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു, IPL കാണുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്ന് മനസ്സൊന്ന് ഒന്ന് പാളി പോയപ്പോൾ എനിക്ക് എൻ്റെ ഇനി ആരെ വിളിച്ചാലാണ് ഒരു ഉപദേശം കിട്ടാൻ, അപ്പോൾ പിന്നെ ഒരു പേരെ മനസ്സിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറും ഭയങ്കര ജെന്യുവനായിട്ട് കണക്റ്റായി. അപ്പോൾ സാറും ഒരു 25 മിനിറ്റ് ഫോണിൽ കൂടെ എൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. സാറിൻ്റെ കരിയറിൽ നടന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ട ആവശ്യമുള്ളത്, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ കാണേണ്ടത്, അപ്പോൾ ഭയങ്കര ജെന്യുവനായിട്ട് എനിക്കത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ന്യൂസിലൻഡ് സീരീസിലും ഫോം ഔട്ട് ആയപ്പോൾ അത് കഴിഞ്ഞ് വിളിച്ചപ്പോഴും കുറേ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. വേൾഡ് കപ്പ് ഫൈനലിൻ്റെ തലേ ദിവസം വരെ സാറ് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയുണ്ടായി, എല്ലാം റെഡിയല്ലേ, ഹൗ ആർ യു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഒരു എന്തു പറയാനാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അപ്പോൾ അതെന്തോ എനിക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം. അതെ, ഈ കളി കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം തന്നോട് സംസാരിച്ചു? അതെ, മെസ്സേജസ് അയക്കുന്നുണ്ടായിരുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു. അതെ, സച്ചിന്റെ മോന്റെ കല്യാണമായിരുന്നു 5 മാർച്ച്. അതിന്റെ ഇടയ്ക്കും പുള്ളി ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കാനൊക്കെ സമയം കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. സച്ചിൻ ആദ്യമായിട്ടല്ല ഒരു പ്ലെയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുന്നത്. ഒരുപാട് പേർക്ക് മുമ്പ് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഗില്ലിനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ധോണിയെ ക്യാപ്റ്റൻ ആക്കണമെന്ന് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്ത സച്ചിനാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഇനി എത്ര കോഹ്ലിയെപ്പോലുള്ള പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാലും, സച്ചിനേക്കാളും വലിയ കളിക്കുന്ന പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാലും സ്റ്റിൽ സച്ചിൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ലെഗസിയുടെ താഴെ ആളുകൾ വരുത്തുള്ളൂ. ക്രിക്കറ്റിലെ ട്രൂ ജെന്റിൽമാൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. ഈ ഒരു മാച്ചിന് ശേഷമല്ല, സഞ്ജുവിന്റെ പഴയ ഒരു JB ജംഗ്ഷനകത്ത് ഒരു എപ്പിസോഡിന്റെ ഒരു ക്ലിപ്പ്, ഒരു ചെറിയൊരു ഭാഗം ഭയങ്കരമായിട്ട് ഇപ്പം വൈറലാവുന്നുണ്ട്. അതൊന്ന് ഞാനൊന്ന് വെക്കാം. സഞ്ജുട്ടന്റെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇന്നേക്ക് 10 കൊല്ലം കഴിയുമ്പോ എന്റെ മനസ്സിലൊരു ചിത്രമുണ്ട് നിന്നെ കുറിച്ച്, നീ എവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം. ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ത്യൻ ടീമിൽ ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. 10 കൊല്ലം എന്നുള്ളത് 1 കൊല്ലോടെ കൂടിയിട്ടുണ്ട്, 11 കൊല്ലം. സത്യത്തിൽ ഇപ്പോഴാണ് ആ ഒരു പൊസിഷനിൽ പുള്ളി എത്തിയത്, ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായിട്ട് മാറിയത് ഈ ഒരു ലാസ്റ്റ് വേൾഡ് കപ്പ് കാരണം. ഇനി ആരാണ് എടുത്ത് കളയുന്നത്? ഇനി ഫോം ഔട്ട് ഇല്ലെങ്കിലും ടീമിലെടുത്തിടും. നാഷണൽ ഹീറോ ആണ് ഇപ്പം സഞ്ജു. അവനെ ഇനി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കത്ത് കിടന്ന് അത് വേറെ കാര്യം. എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ODIയും കൂടെ കളിക്കണം എന്നുള്ളതാണ്. നിലവിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് റാങ്കിങ് 40 ആണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ 2 മാച്ച് കണക്കാക്കിയിട്ടില്ല, 89. അതുകൂടെ കണക്കാക്കുമ്പോഴത്തേക്ക് ഈ 40 എന്നുള്ളത് ഒരു 10-നകത്ത് അല്ലെങ്കിൽ 10-അടുപ്പിച്ച് വരാനുള്ള സാധ്യതയും കൂടെ കാണുന്നു. റാങ്കിങ്ങിനകത്ത് ഭയങ്കര ഒരു കയറ്റം കയറും എന്തായാലും. സഞ്ജുവും കൂടെ ഒരു 10-നകത്ത് വന്നു കഴിഞ്ഞാൽ 5 പ്ലേയേഴ്സ് ആവും T20 റാങ്കിങ്ങിൽ 10-നകത്തുള്ളത്. ഒന്ന് കണ്ട അഭിഷേക്, 1, 4ാം സ്ഥാനം ഇഷാൻ കിഷർ, 6ാം സ്ഥാനം തിലക് വർമ്മ, 7ാം സ്ഥാനം സൂര്യകുമാർ. ഈ തിലകും സൂര്യയൊക്കെ താപ്പോട്ട് പോയതാണേ. ഇവർ 4 പേരുമാണ് ഇപ്പൊ നിലവിൽ ഫസ്റ്റ് 10-നകത്തുള്ളത്. പിന്നെ ബോളിങ്ങിനകത്തോട് വരുമ്പോഴത്തേക്ക് ബുംറ 7 ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ 14 എന്തോ ആയിരുന്നു, ഇപ്പം T20 7 ആയിട്ടുണ്ട്. ഇതിനി കയറും. കഴിഞ്ഞ 4 വിക്കറ്റ് കണക്കാക്കിയിട്ടില്ല, അന്നേരം അതോടെ കേൾക്കുമ്പോഴത്തേക്ക് 4 എന്നുള്ളത് കയറും. അർഷദീപ് 13 കിടക്കാണ്. ഫസ്റ്റ് വരുണാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സഞ്ജുവിന്റെ ജേഴ്സി എത്ര രൂപയ്ക്കാണ് സഞ്ജുവിന്റെ പേരുള്ള ജേഴ്സി വിൽക്കുന്നതെന്ന് അറിയാവോ? ഈ വീഡിയോ കണ്ടു നോക്കിയേ. और संजू सैमसंग वाला कितने का टी शर्ट सैमसंग वाला तो सर डबल रेट है। डबल रेट है? हाँ, उसका डबल रेट है। कितना? 5000 रुपीज का है। 5000? हाँ, सर वो बेच रहा है 5000 രൂപ സഞ്ജു സാംസന്റെ ജേഴ്സിക്ക്. 5000 രൂപ ഇതുവാടേ. ऑनलाइन में उसका 3000 रुपीज चल रहा है ऑनलाइन में ओनली, वो भी लो। ആലോചിച്ച് നോക്കിയേ, മൂല്യം കയറിയ കയറ്റം കണ്ട. പിന്നെ ഇന്നലെ നടന്ന കുറച്ച് കോമഡികൾ ഞാനൊന്ന് കാണിക്കാവേ. നമ്മുടെ ഹാർദിക് പാണ്ഡ്യയാണ്, നല്ല ബെസ്റ്റ് കാമുകിയാണ് ഹാർദിക്കിന് കിട്ടിയിരിക്കുന്നത്. 2 എണ്ണവും പിരിയടങ്ങിയ 2 ടീം. എന്തൊക്കെയാണ് ഇന്നലെ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയത്. അടുത്ത വീഡിയോ. ഇന്നലെ കളിക്കുന്നതിന് മുമ്പും അവിടെ കിടന്നിട്ട് ലവളോടെ നിൽക്കും, ചക്കരി ഉമ്മ. ഈ ഒരു സെറ്റപ്പ് ആയിരുന്നു 2 പേരും കൂടെ. 2 പിരിയിളകിയ ഒരു കാമുകി. ചേരും, ഹാർദിക്കിന്റെ ആ വൈബിന് ചേരും. 2 കൂടെ സെറ്റാണ്. എൻ്റെ ഇന്നലെ കളി കഴിഞ്ഞതിന് ശേഷം വന്നൊരു ട്വിറ്റാണ് കേട്ടോ. ഹാർദിക് പാണ്ഡ്യ ബിക്കം ദ ഫസ്റ്റ് ആൻഡ് ഒൺലി പ്ലെയർ ടു വിൻ 2 വേൾഡ് കപ്പ് ട്രോഫി വിത്ത് ഡിഫറെന്റ് ലൈഫ് പാർട്ട്നേഴ്സ് ഇൻ ഈച്ച് ടൂർണമെന്റ്. ആൻഡ് ഇന്നലെ നടന്ന വേറെ ഒരു കാര്യമാണ് കണ്ടിത്. ഇഷാൻ കിഷന്റെ കാമുകിയെ എല്ലാവരെയും അറിഞ്ഞു. മീറ്റ് അതിഥി ഹുണ്ടായി. എ ജയ്പൂർ ബേസ്ഡ് മോഡൽ ആൻഡ് മിസ് ഇന്ത്യ ഫൈനലിസ്റ്റ്. ഷീ വാസ്
സ്പോട്ടഡ് വാച്ചിങ് ദ ഫൈനൽ. ഇഷാന്റെ കാമുകയാണ്. 2 ദിവസം മുമ്പ് ഇഷാൻ കിഷന്റെ അമ്മ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മോന് വേറെ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന്. ഫൈനലിന്റെ ദിവസം ആയപ്പോഴത്തേക്ക് എല്ലാ നാട്ടുകാരും അറിഞ്ഞു. അമ്മയും ചിലപ്പോൾ ഇന്നലെ ആയിരിക്കും അറിയുന്നത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ എത്ര വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടോ ആ വേൾഡ് കപ്പിലെല്ലാം മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1983 ഓഡിയ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് സുനിൽ വത്സൺ, പക്ഷെ പുള്ളി കളിച്ചിട്ടൊന്നുമില്ല, പക്ഷെ സ്ക്വാഡിലുണ്ടായിരുന്നു. പിന്നെ 2007 പ്രഥമ വേൾഡ് കപ്പ് ഓർമ്മ കാണുമല്ലോ, ലാസ്റ്റ് ക്യാച്ച് ശ്രീശാന്ത്. പിന്നെ ഓഡിയ വേൾഡ് കപ്പ് 2011 ശ്രീശാന്ത് ഉണ്ടായിരുന്നു. 2024 വേൾഡ് കപ്പ് കിട്ടിയ സമയത്ത് സഞ്ജു ഉണ്ടായിരുന്നു, പക്ഷെ ബെഞ്ചിലായിരുന്നു. ആൻഡ് 2026 ഇത് ബാക്കി ആരെയൊക്കെ മറന്നു കഴിഞ്ഞാലും ഈ 2026 വേൾഡ് കപ്പ് മറക്കത്തില്ല ഒരു മലയാളി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മേടിച്ചു കൊടുത്ത കപ്പാണ്, അവന്റെ കപ്പാണ്, ഒരു മലയാളി മാൻ ഓഫ് ദ ടൂർണമെന്റ് ആയ കപ്പാണ്. ബാക്കി എല്ലാ വേൾഡ് കപ്പിലും നമ്മുടെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷെ മാൻ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ടില്ലല്ലോ. അത് ആദ്യമായിട്ടാവുന്നത് സഞ്ജു തന്നെയാണ്. അതുകൊണ്ട് 2026 ഇത് നമുക്ക് സ്പെഷ്യലാണ്. ആൻഡ് ഇന്നലെ എടുത്ത് പറയാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് ശിവം ദൂബെ. ദൂബെയുടെ നോക്കെല്ലാം ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു മാച്ചിലെ മെയിൻ ലീഡിംഗ് റൺ സ്കോറർ ചിലപ്പം ദൂബെ ആയിരിക്കത്തില്ല, പക്ഷെ ദൂബെ ഒരു 8 റൺ എടുക്കുന്നുള്ളെങ്കിലും ആ 8 റണ്ണ് ക്രൂഷ്യലാണ്. അന്ന് വെസ്റ്റ് ഇൻഡീസുമായിട്ട് വന്ന് കളിച്ച കളിയിൽ ആ 3 ബാളിൽ നിന്ന് എടുത്ത 2 4 8 റണ്ണ് അത് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ആ ഒരു പ്രഷർ അവിടെ കുറയ്ക്കാൻ ആ ഒരു 2 4 ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ പാകിസ്ഥാനോട്ട് കളിച്ച കളിയിൽ എടുത്ത് 27 റണ്ണ്. ലാസ്റ്റ് വേൾഡ് ഫൈനലിൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്യും, ലാസ്റ്റ് ഇറങ്ങി എല്ലാവരും സ്ട്രഗിൾ ചെയ്ത സമയത്ത് ഇവൻ വന്നിട്ട് ലാസ്റ്റ് ഓവർ 24 റണ്ണ് പുഷ്പം പോലെ തൂക്കിയടിച്ചു. അതുകൊണ്ട് ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റ് ചെയ്യപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിലും ദൂബെ പറ്റി പറയാൻ ഞാൻ വിട്ടുപോയി. ഈ വേൾഡ് കപ്പിൽ ഓർക്കേണ്ട ഒരു പേരാണ് ദൂബെ. ആൻഡ് ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ, ദൂബെക്ക് ബോളിംഗ് കൊടുക്കരുത്. അവനെ ഒരു മെയിൻ ബാറ്ററായിട്ട് കൺസിഡർ ചെയ്യണം. കുറെ നാളായിട്ട് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, നല്ലൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് കളിക്കുന്ന ഒരു ഫിനിഷർ ഇല്ല. പക്ഷെ ദൂബെ ആ ഒരു റോള് കിടിലമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലെ നടന്ന അഹമ്മദാബാദ് സ്റ്റേഡിയത്തിന്റെ ഒരു അവസ്ഥ. सो वर्ल्ड कप फाइनल थोड़ी देर में स्टार्ट होने वाला है और आपको मैं एक चीज़ दिखाता हूँ. ये पूरे रो का ऐसा हाल है, देखो. ये लेजिट पूरे रो का ऐसा हाल है. करीबन जितने भी 100 लोग इस रो में होंगे उनका क्या भाई, उनके टिकट्स का क्या, वो इसमें बैठेंगे. नेशनल इवेंट है, इंटरनेशनल वर्ल्ड कप है, एंड वी डोंट डिज़र्व सच हॉस्पिटैलिटी. हम इससे काफ़ी ज़्यादा बेटर डिज़र्व करते हैं. ICC, BCCI, बुक माई शो, जिसके भी जुरिस्डिक्शन में ये चीज़ आएगी, गुजरात क्रिकेट एसोसिएशन, आप प्लीज़ इस चीज़ का ध्यान रखो कि आपने वर्ल्ड का सबसे बड़ा स्टेडियम बना तो दिया. ലോകത്തിലെ ഏറ്റവും വലിയ മോദി സ്റ്റേഡിയത്തിൽ 1.2 ലാക്ക് പ്ലസ് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മോദി സ്റ്റേഡിയത്തിൽ കാഷ്ടം സീറ്റിൽ ഇത്രയും റിച്ചസ്റ്റ് ആയിട്ടുള്ള BCCIക്ക് കാക്കയ്ക്ക് ഒരു സ്നഗ്ഗി മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനു നടക്കുകയാണ്? എന്തോരം കോടി പൈസയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണ്, ഉള്ള കാര്യം പറയാമല്ലോ. അറ്റ്ലീസ്റ്റ് അതിൻ്റെയൊക്കെ മൂട്ടിൽ ടേപ്പ് വെച്ച് ഒട്ടിക്കാനുള്ള മര്യാദ എങ്കിലും നിങ്ങൾ കാണിക്കണം. അതൊക്കെ നമുക്ക് പറയാനുള്ളൂ. അല്ല ഇപ്പം ഇതിനൊക്കെ പറ്റി എന്ത് പറയാൻ? ഇങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നുള്ളത് മാറ്റിയിട്ട് നരേന്ദ്ര പോട്ടി സ്റ്റേഡിയം എന്നൊക്കെ ആക്കേണ്ടി വരും ഈ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ. പിന്നെ ഇന്നലത്തെ മാച്ചിൽ സംഭവിച്ച ഒരു പിഴവ് ഇതാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. രവിശാസ്ത്രിക്ക് തെറ്റിപ്പോയി. ആ ലാസ്റ്റത്തെ ആ ഒരു മൊമെന്റിലത്തെ കമന്ററി നശിപ്പിച്ച്. ആ ലാസ്റ്റ് ക്യാച്ച് തിലക് എടുക്കുന്ന സമയത്ത് രവിശാസ്ത്രി വിചാരിച്ചത് 9ാമത്തെ വിക്കറ്റ് ആണ് പോകുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി 10ാമത്തെ വിക്കറ്റ് അവിടെ പോയി ഇന്ത്യ വിജയിക്കുകയാണ്. ആ സമയത്ത് മാക്സിമം അടിച്ച് കയറ്റുന്ന തരത്തിലുള്ള ഒരു കമന്ററിയാണ് വേണ്ടത്. പുള്ളി ആ കാര്യത്തിൽ കിടിലമാണ്. ഇതിനു മുമ്പും പുള്ളി തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ പുള്ളിക്ക് അവിടെ പണി വാളിപ്പോയി, ചെറിയൊരു അമളി പറ്റിപ്പോയി. ശ്രദ്ധിച്ച് കാണത്തില്ല, ഇടയ്ക്ക് ചായ വല്ലതും കുടിക്കാൻ പോയിട്ടുണ്ടാവും. ആ സമയത്താണ് വിക്കറ്റ് വീണത്. ഒരു 5-10 സെക്കൻഡ് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഇന്ത്യ ജയിച്ച് കപ്പടിച്ചല്ലേ എന്നുള്ളത്. പിന്നെ വലിയൊരു ആവേശമില്ലാത്ത ഒരു മാച്ച് ആയതിന്റെ പേരിൽ നമുക്കതങ്ങ് എഴുതി തള്ളാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞ് അവന്മാരുടെ ഒരു ആദ്യത്തെ പവർ പ്ലേ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവന്മാരെ കൊണ്ട് നടക്കത്തൊന്നുമില്ല, കപ്പ് നമുക്ക് തന്നെ. അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിട്ട് കണ്ട ഒരു മാച്ചായിരുന്നു. ഒരിടത്ത് പോലും ന്യൂസിലൻഡ് ഡൊമിനേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ 16ാമത്തെ ജിമ്മിനേഷൻ എറിഞ്ഞ ഒരു ഓവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും ഇന്ത്യ ആധിപത്യമായിരുന്നു. ന്യൂസിലൻഡ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആക്കി കളഞ്ഞിരുന്നു. പറയേണ്ട കാര്യമില്ല, ഒരു ഗതി പിടിക്കാത്ത ടീമാണ് ന്യൂസിലൻഡും ഈ സൗത്ത് ആഫ്രിക്കയും. അവന്മാർ എന്തെങ്കിലും കപ്പ് നേടട്ടെ. സഞ്ജു ഇന്നലെ ഇട്ട പിക്കാണ്. 7.8 മില്യൺ ആൾക്കാരാണ് ലൈക്ക് ചെയ്തേക്കുന്നത്. 1,85,000 പ്ലസ് കമന്റ്സ്. സഞ്ജുവിന് ഇപ്പം നിലവിൽ 17.2 മില്യൺ ഫോളോവേഴ്സ് ആണ് ഉള്ളത്. ലാസ്റ്റ് 3 മാച്ചസ് കൊണ്ടാണ് ഒരു 5 മില്യൺ ആൾക്കാർ കയറിയത്. ഇതിന് മുമ്പ് 12 മില്യൺ ആയിരുന്നു. ലാസ്റ്റ് 3 മാച്ച് കൊണ്ടാണ് 5 മില്യൺ 50 ലക്ഷം ആൾക്കാർ സഞ്ജുവിനെ ഫോളോ ചെയ്തത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, ഇതിനകത്ത് റെഗുലറായിട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സഞ്ജു ഒന്ന് മാധ്യമങ്ങളെടുത്ത് പറഞ്ഞ സമയത്താണ് ഒരു കാര്യം പുള്ളി പറയുന്നത്. ലാസ്റ്റ് 1 മന്ത് ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന്
ഡിറ്റാച്ച് ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് കേൾപ്പിക്കാം. കുറെ കളി വലിച്ചടിച്ച് നോക്കി, അപ്പൊ അത് ശരിയായിട്ട് നടന്നില്ല. അപ്പൊ നമ്മുടെ വീഴ്ചകളിൽ നിന്ന് പഠിക്കണമല്ലോ. അപ്പൊ ഒരു 5 മാച്ച് ഇവിടെ സീരീസ് ഉണ്ടായിരുന്നപ്പോ എനിക്ക് നമ്മുടെ രീതി അതാണല്ലോ, നമ്മുടെ ശീലി അനുസരിച്ച് നമ്മൾ ഭയങ്കര സ്ട്രൈക്ക് റേറ്റ് കൂട്ടാൻ നോക്കി, പക്ഷെ അത് നടന്നിട്ടില്ല. അപ്പൊ നമ്മൾ കുറച്ച് വേറെ ഗെയിം പ്ലാനോടെ ഈ വേൾഡ് കപ്പ് പ്രിപ്പയർ ചെയ്തായിരുന്നു. അതിന്റെ ഒരു ഇതാണ്. ഈ ആർച്ചറിനൊക്കെ വലിയ രീതിയിൽ പേടിക്കുമ്പോൾ ഭയങ്കര ഹൈപ്പായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദമൊക്കെ ഇങ്ങനെ മറികടന്നത്? ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, ഞാൻ അതൊന്നും ആലോചിക്കാനും നോക്കാനും പോയിട്ടില്ല. സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടും ചെയ്യാം, നെഗറ്റീവായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നതെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. എനിക്ക് ഉറപ്പായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടാണ് എനിക്ക് മനസ്സിലായത് എത്രയാണ് നാട്ടുകാർ എന്നെ സ്നേഹിക്കുന്നതെന്ന്. പക്ഷെ അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുമ്പോൾ അതൊക്കെ സഹിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഉപദേശമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ അത് കറക്റ്റായിട്ടൊന്ന് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഫോൺ ഓഫാണ്, ആർക്കും വിളിച്ച് കിട്ടുന്നില്ല, മെസ്സേജസ് ആരും ഡെലിവർ ആവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ എൻ്റെ ടീമാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തപ്പോൾ ഔട്ട്സൈഡ് നോയ്സെ കുറച്ച് കട്ട് ചെയ്യാൻ പറ്റി. കാരണം വേൾഡ് കപ്പ് പോലത്തെ ഇത്രയും വലിയ ഒരു സംഭവം നാട്ടിൽ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഔട്ട്സൈഡ് നോയ്സ് ഉണ്ടാവേണ്ട സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്തു. അതാണ് ഡെഡിക്കേഷൻ. ഒരു മാസത്തേക്ക് സോഷ്യൽ മീഡിയ ഇല്ല, ഫോണില്ല, നോ കോൾസ്, നോ മെസ്സേജസ് ചെയ്തതിനുള്ള ബലം കിട്ടി. ഈ ഒരു ഫോം തുടരാൻ സാധിക്കട്ടെ. IPL തുടങ്ങാൻ പോകുന്ന സഞ്ജു ചെന്നൈയിലാണ്. ചെന്നൈക്ക് വേണ്ടിയിട്ടും അടിപൊളി കളി കളിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് IPL കാണാം ചെറുക്കൻ്റെ കളി. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ശരി, ബൈ.